ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും പറയുന്ന പോലെ തന്നെ കുറച്ച് കമന്റ്സ് മാത്രം എടുക്കാണ്. അപ്പൊ ആദ്യമായിട്ടുള്ള കമന്റ് ഞാൻ വായിക്കുകയാണ്. ചേച്ചി, എൻ്റെ ഫേസ്ബുക്ക് റീൽസ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. റീൽസ് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി കിടക്കാൻ തുടങ്ങിയിട്ടും 1, 2, 3 മാസമായി ഞാൻ എൻ്റെ റീൽസ് ഫുൾ കളഞ്ഞിട്ടും എന്നിട്ടും പഴയ പടി ആകുന്നില്ല. അതെന്തായിരിക്കും കാരണം? പ്ലീസ് റിപ്ലൈ. വാവൂസ് വ്ളോഗ് ബൈ ശരത്ത് എന്ന് പറയുന്ന ഒരു ഐ ഡി ഇതാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാം റീൽസും ഡിലീറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ സ്വന്തം വീഡിയോ ആയിരിക്കത്തില്ല അതിനകത്ത് ഇട്ടേക്കുന്നത്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോണിറ്റൈസേഷൻ പോയതിന്റെ റീസൺ എന്താണ്? ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റോ അല്ലോ അൺഒറിജിനൽ കണ്ടന്റ് വന്നിട്ടാണോ, അതോ ആരെങ്കിലും നമ്മുടെ പേജിനെ കംപ്ലൈന്റ് ചെയ്തിട്ട് സ്ട്രൈക്ക് വന്നിട്ടാണോ പോയെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. ഈ രണ്ടാണ് കേട്ടോ. അൺഒറിജിനൽ കണ്ടന്റ് ഓർ, ഞാൻ എപ്പോഴും ഇത് പറയുന്നുണ്ട്, എല്ലാ വീഡിയോയിലും ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അൺഒറിജിനൽ കണ്ടന്റ്, ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ഒരു 3 മാസത്തിനകം നമുക്ക് ആ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും. പക്ഷേ ആരെങ്കിലും നമ്മുടെ ഏതെങ്കിലും മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് അവര് കംപ്ലൈന്റ് ചെയ്ത് സ്ട്രൈക്ക് നമ്മുടെ പേജിന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അത് തിരിച്ചു കിട്ടാൻ ഒത്തിരി പ്രയാസപ്പെടണം. നമ്മളെന്നാലും ഒന്ന് വെയിറ്റ് ചെയ്താൽ ഒരു പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ തന്നെ ഇതിനകത്ത് ഈ ഐഡിയിൽ പറഞ്ഞേക്കുന്നത് എല്ലാ റീൽസും ഡിലീറ്റ് ചെയ്തു എന്നാണല്ലേ. എല്ലാ റീൽസും ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് അതിന്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും നമ്മുടെ ഓൺ കണ്ടന്റുകൾ ഇട്ടുകൊണ്ടിരിക്കണം. ഒറ്റയടിക്ക് ഇത്രയും റീച്ച് പോയില്ല. ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒത്തിരി റീൽസ് ഇട്ടിട്ടുണ്ടാണെങ്കിൽ അതിന്റെ റീച്ചും പെട്ടെന്ന് പോയി, അതിനകത്തുള്ള വാച്ച് അവർ എല്ലാം നഷ്ടപ്പെട്ടു. റീൽസിന്റെ ഒക്കെ വാച്ച് അവർ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും പിന്നെ വീണ്ടും അതിന് മോണിറ്റൈസ് ആയി കിട്ടാൻ വീണ്ടും നമ്മൾ അതിന് അത്രയും വാച്ച് അവർ തിരിച്ച് കിട്ടണം എന്നൊന്നുമില്ല റീൽസിന്. പക്ഷേ നമ്മളുടെ വീഡിയോ, നമ്മുടെ ചാനൽ, നമ്മുടെ പേജ് ആക്റ്റീവ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ്, റീൽസ് ഒക്കെ അതിനകത്ത് നമ്മുടെ ഓൺ കണ്ടന്റുകൾ, വീണ്ടും കോപ്പിറൈറ്റഡ് കണ്ടന്റുകൾ വരാതെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരും. അൺഒറിജിനൽ കണ്ടന്റ്, ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. സ്ട്രൈക്ക് ആണെങ്കിൽ വീണ്ടും കുറെ കൂടെ സമയം എടുക്കും. അപ്പം അതിന് വിഷമിക്കേണ്ട. ലോങ് വീഡിയോയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നുള്ളൂ. അതിൽ നിന്ന് നമുക്ക് കുറച്ച് റവന്യൂ കിട്ടും. റീൽസും ഇട്ടുകൊണ്ടിരുന്നുള്ളൂ കേട്ടോ. ഓൺ കണ്ടന്റുകൾ ഇട്ടുകൊണ്ടിരുന്നുള്ളൂ. കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടേതായ രീതിയിലൊക്കെ ആ റീൽസ് കുറച്ചൊക്കെ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് നമ്മുടെ പീസിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടും കേട്ടോ. അതിന് വിഷമിക്കേണ്ട. അടുത്തത് ഷഫീഖ് PTB എന്ന് പറഞ്ഞിട്ടൊരു ഐ ഡിയാണ്. ഹായ് മാഡം, 75K ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ ഇതുവരെ ആർട്സ് ഓൺ റീൽസ് ഇൻവിറ്റേഷൻ എത്തിയില്ല, എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ ആർട്സ് ഓൺ റീൽ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 70K ഉണ്ടെന്നോ 100K ഉണ്ടെന്നോ 1 മില്യൺ ഉണ്ടെന്നോ പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്കറിയാവുന്ന എത്രയോ പേർക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ളവർക്ക് റീൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഇത് ഒരു ഇൻവിറ്റേഷൻ പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇൻവിറ്റേഷൻ പ്രോഗ്രാം, അവരുടെ ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീൽസിന്റെ റവന്യൂ, റീൽസ് മോണിറ്റൈസ് ആയി കിട്ടത്തുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ പേജ് ഏതാണോ ആ പേജിന്റെ മോണിറ്റൈസേഷൻ സെക്ഷനിലേക്ക് പോയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്താൽ നമുക്കെല്ലാം കാണാമല്ലോ. നമ്മുടെ റീൽസ്, ബോണസ്, ഇപ്പൊ ലൈവില്ല, ബോണസ്, നമ്മുടെ ലോങ് വീഡിയോ, ഇൻസ്ട്രീം ആഡ്സ്, റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ഓപ്ഷൻസ് ഇപ്പോൾ അവിടെ കാണാൻ പറ്റും. അതിനകത്ത് റീൽസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ എന്തെങ്കിലും പോളിസി ഇഷ്യൂ അതിനകത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വരാതെങ്കിലും കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർക്കൊക്കെ റീൽസ് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്. അതേസമയം എൻ്റെ പല പേജുകൾക്ക് റീൽസ് മോണിറ്റൈസേഷൻ ഇല്ല, പല പേജുകൾക്ക് റീൽസിന് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുമുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. പോളിസി ഇഷ്യൂ, അവിടെ ഏതെങ്കിലും പോളിസി ഇഷ്യൂ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് തന്നെ നോക്കണം. നമ്മുടെ മൊബൈലിൽ നോക്കി നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ പോളിസി ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ റീൽസ്, നമ്മൾ ഇട്ടേക്കുന്ന റീൽസിന് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ പോളിസി ഇഷ്യൂ ഒന്നുമില്ല, ഒരു പ്രോബ്ലം അതിനകത്ത് കാണിക്കുന്നില്ല, ഈ റീൽസ് എന്ന് പറയുന്നത് ഓൺലി ഇൻവിറ്റേഷൻ പ്രോഗ്രാം ആണ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലമാണ്. ഫേസ്ബുക്ക് നമുക്ക് ഇൻവിറ്റേഷൻ എപ്പോഴെങ്കിലും തരുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ നിങ്ങൾക്ക്
നിങ്ങൾക്ക് എല്ലാം ഇതിനിടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ മീൻസ് നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൊബൈൽ വഴി ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളത്. ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അവർ റിപ്ലൈ തരും കേട്ടോ. നിങ്ങളുടെ പേജ് എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് റിപ്ലൈ തരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് സജനാസ് വേൾഡ് ആണ് ചോദിക്കുന്നത്. ഹലോ മാം, പ്രൊഫൈൽ ചേഞ്ച് ചെയ്ത് പേജ് ആക്കി August 24 ആഡ്സ് സെറ്റപ്പ് കൊടുത്തു. 2 വീക്സ് റിവ്യൂ കണ്ടു. 2 വീക്സ് കഴിഞ്ഞ് എന്നിട്ടും ആയില്ല. താഴെ ചിലപ്പോൾ ആഡ് കാണിക്കുന്നുണ്ട്. എന്താന്നായിരിക്കും ആണെന്ന് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഫേസ്ബുക്കിനാണേലും നമ്മുടെ പേജ് മോണിറ്റൈസ് ആകാതെ തന്നെ ആഡ്സ് കാണിക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ഒരു ഫോളോവേഴ്സ് ഉള്ളവർക്കും യൂട്യൂബിൽ ആഡ്സ് കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്ത് 2-3 വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞു കുറച്ച് ഫോളോവേഴ്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോസിലെല്ലാം ഇൻസ്ട്രീമിൽ കാണിക്കുന്നുണ്ട്. ലാസ്റ്റിലും മിക്കവാറും പേജുകളുടെ വീഡിയോ ആഡ് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇൻ കേസ് ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലരുടെയും പേജ് ഇങ്ങനെ ആഡ് കാണുമ്പം ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇവരൊക്കെ മോണിറ്റൈസ് ആയോ കൊള്ളാലോ എന്നുകൊണ്ട് ആ പേജ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ആകെ അവർക്ക് 200 ഫോളോവേഴ്സ് അല്ലെ 100 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിലും ഇപ്പം ആഡ്സ് കാണിക്കുന്നുണ്ട്, നമുക്ക് അതിൻ്റെ റവന്യൂ കിട്ടത്തില്ല കേട്ടോ. നിങ്ങളുടെ സെറ്റപ്പ് കൊടുത്തിട്ടോ നിങ്ങൾക്ക് സെറ്റപ്പ് ആയി കിട്ടിയില്ല അല്ലെങ്കിൽ ഇനേബിൾ ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യം നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ വഴി ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അത് ഇൻസ്ട്രീമിനാണോ നമ്മുടെ റീൽസിനാണോ പോളിസി ഇഷ്യൂ എന്ന് ഒരു പക്ഷേ കാണിക്കും. ഒന്ന് നോക്കിയിട്ട് എന്ത് പോളിസി ഇഷ്യൂ ആണെന്നുള്ളത് നോക്കുക. അതും അതിനകത്ത് കാണിക്കും കേട്ടോ. ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് അല്ലെ അൺഒറിജിനൽ കണ്ടന്റ് അങ്ങനെയൊക്കെ കാണിക്കും. പക്ഷെ അവർ ആദ്യം നമുക്ക് സെറ്റപ്പ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ തരും. അല്ലാതെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ പേജിന് ഇഷ്യൂ ഒന്നുമില്ല, പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്തു, സെറ്റപ്പ് നമ്മൾ എല്ലാം ഫില്ല് ചെയ്തെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പേജ് മോണിറ്റൈസ് ആയി കിട്ടും. പോളിസി ഇഷ്യൂ ഒന്നുമില്ല, നല്ല ഓക്കെ ആയിട്ട് പോകുന്ന പേജ് ആണെങ്കിൽ ഒരു 2 മണിക്കൂറിനകം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ആയി കിട്ടും. ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല, 2 ആഴ്ചയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേജ് ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പേജ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ വഴി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ പോർഷനിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജിനുള്ള ഇഷ്യൂ എന്താണെന്നുള്ളത് അതിനകത്ത് കാണിക്കും കേട്ടോ. അവർ റിവ്യൂ ചെയ്യാത്ത ഒന്നുമല്ല, അവർ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ കാണിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. അതൊന്ന് ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. അടുത്ത FBയിൽ റീച്ച് വളരെ കുറഞ്ഞു. എത്ര നല്ല വീഡിയോ ഇട്ടാലും ഇപ്പോൾ റീച്ച് പച്ച മാറി റെഡും മാറി ഗ്രേ വന്നു. എന്നാണ് ചെയ്യേണ്ടത്? ഡോളർ തീരെ കുറവാണ് കാണിക്കുന്നതെന്നും പറയുന്നുണ്ട്. FBയിലെല്ലാം റീച്ച് കുറവാണ്, ഞാൻ പറഞ്ഞല്ലോ. എൻ്റെയും അതെ, എൻ്റെ FBയിലൊക്കെ റീച്ച് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേത് ഒരു വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു ദിവസം കൊണ്ട് 100K ഒക്കെ ആകുന്നതായിരുന്നു. ഇപ്പം ഒരു 15K ഒക്കെ ഇങ്ങനെ നിരക്കിയ നെക്സ്റ്റ് ഡേ 1 ഡേ ആകുമ്പോഴും ഒരു 15K 16K ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുപോലെ റവന്യൂ ഭയങ്കര താന്നു പോയി. അതിലും നല്ല റവന്യൂ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ റീൽസിന് ഇടുമ്പോൾ കിട്ടുന്നുണ്ട്. 100K ഒക്കെ ഓടുമ്പോൾ അത്യാവശ്യം എനിക്ക് ഒരു 3-4 വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തെ $100 കിട്ടുമായിരുന്നു. ഇപ്പം അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ $1 100K ഒക്കെ കയറിയാൽ പോലും $1 കഷ്ടിയൊക്കെ ആയിരുന്നു. അതേസമയം അതിലും കൂടുതലും റീൽസിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഓരോ റീൽസ് ഇടാൻ ശ്രമിച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 100K ആയാൽ പോലും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു റീൽസ് 100K ആയി. ഞാനത് നോക്കിയപ്പോൾ ശരിക്കും $3 അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. സത്യത്തിന് വണ്ടർ അടിച്ചു പോയി കേട്ടോ. കാരണം ലോങ് വീഡിയോയിൽ കിട്ടുന്നതിനേക്കാളും വ്യൂവും കിട്ടുന്നുണ്ട്, ഡോളറും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ റീൽസ് വഴി ട്രൈ ചെയ്തോളൂ. പിന്നെ പച്ച മാറി റെഡ് മാറി ഗ്രേ ആയി എന്ന് പറഞ്ഞാലും എന്തെങ്കിലും ലിമിറ്റഡ് ആഡഡ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നിങ്ങളുടെ ആ വീഡിയോ പോയി കാണും. കാരണം നിങ്ങളുടെ വീഡിയോ ഒന്നുകിൽ നിങ്ങളുടെ ഓൺ വീഡിയോ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കമ്പനികളുടെ മീൻസ് പത്രങ്ങളുടെ ഒക്കെ ഇല്ലേ, ചാനലുകാരുടെ അങ്ങനെയൊക്കെ ഉള്ള വീഡിയോ എടുക്കുമ്പോഴാണ് നമ്മളുടെ അതിന് മോണിറ്റൈസേഷൻ ഇഷ്യൂ വരും.
എന്നാൽ പോലും നമ്മൾ ചില പോർഷൻസ് ഒക്കെ അങ്ങനെ ചാനൽസിൻ്റെ ഒക്കെ എടുത്തല്ലേ അവരുടെ തമ്മിൽ എടുത്ത് നമ്മൾ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോളർ ഗ്രേ ആയിട്ട് മാറും കേട്ടോ. ഡോളർ ഗ്രേ ആയി മാറിക്കഴിഞ്ഞാൽ അതിനകത്ത് വലുതായിട്ട് ആഡ് വരത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ പേജിലെ ഡോളർ ചിഹ്നം ഗ്രീൻ മാറിയിട്ട് ഗ്രേ ആയാൽ അതിനർത്ഥം നിങ്ങളുടെ പേജിൽ അധികം ആഡ്സ് കാണിക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ലിമിറ്റഡ് ആഡഡ് വാല്യൂ ആണ് നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക്. വലിയ വാല്യൂ ഒന്നും ഇല്ലാത്ത വീഡിയോ, അത് മറ്റുള്ളവർക്ക് വലിയതായിട്ട് പ്രയോജനപ്പെടത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രേ ഡോളർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ചേച്ചി എനിക്ക് സ്റ്റാർ മോണിറ്റൈസേഷൻ കിട്ടി, ഞാൻ അപ്ലൈ ചെയ്തു, 2 വീക്സ് കഴിഞ്ഞു, ഇതുവരെ ഇനേബിൾ ആയില്ല, ഡോളറിന്റെ സിമ്പിൾ ഒക്കെ വന്നു, എത്ര ഡേയ്സ് കൊണ്ട് വർക്ക് ആകുമെന്ന് പറയാമോ? എനിക്ക് സ്റ്റാർ മോണിറ്റൈസേഷൻ കിട്ടി. സ്റ്റാർ മോണിറ്റൈസേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇനേബിൾ ആയി എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. കിട്ടി, ഞാൻ അപ്ലൈ ചെയ്തു 2 വീക്സ്. ഈ സ്റ്റാർ ആണോ മോണിറ്റൈസേഷൻ ആയത് അതോ കറക്റ്റായിട്ട് അത് എഴുതിയിട്ടില്ല, ശരിക്കും മനസ്സിലാകുന്നില്ല ചേച്ചി. എനിക്ക് സ്റ്റാർ മോണിറ്റൈസേഷൻ കിട്ടി, ഞാൻ അപ്ലൈ ചെയ്തു. മോണിറ്റൈസേഷൻ കിട്ടിയെന്ന് പറയുന്നത് അതോ സെറ്റപ്പ് വന്നതാണോ ഉദ്ദേശിക്കുന്നത്? സ്റ്റാർ മോണിറ്റൈസേഷൻ കിട്ടി, എന്നിട്ട് പച്ച ഡോളർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ എനേബിൾ ആയി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അർത്ഥം കേട്ടോ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഡോളർ ചിഹ്നം വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഓൺ ആയി കിട്ടിയാൽ നമ്മളുടെ ഡോളർ എല്ലാം ഗ്രീൻ ആയിരിക്കും. അതായത് നമ്മുടെ ഇൻസ്ട്രീം ആഡ് വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ആ ഡോളർ ചിഹ്നം ഗ്രീൻ ആവൂ എന്നില്ല. നമുക്ക് സ്റ്റാർ മോണിറ്റൈസേഷൻ ആയാലും സബ്സ്ക്രിപ്ഷൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മോണിറ്റൈസ് ആയി കിട്ടിയാലും മീൻസ് ഇനേബിൾ ആയി കിട്ടിയാൽ പോലും നമ്മളുടെ ഡോളറിന്റെ കളർ ഗ്രീൻ ആയിരിക്കും. അതായത് വേറൊരു ഡോളർ വരത്തില്ല അവിടെ, അല്ല അതിന് മുന്നേ ഡോളർ അവിടെ ഉണ്ടാവില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടിയാൽ അവിടെ ഗ്രീൻ ഡോളർ വരും. അപ്പൊ നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ ആവും, ഇത് എന്നാത്തിന്റെ ഡോളർ ഈ ഗ്രീൻ കാണിക്കുന്നത്? സ്റ്റാർ എനേബിൾ ആയതിന്റെ ഗ്രീൻ ആണ്. പക്ഷെ നമുക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഈ സ്റ്റാറും സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. സ്റ്റാറും നമുക്ക് സബ്സ്ക്രിപ്ഷൻ, കൊളാബറേഷൻ ഇതൊക്കെ നമുക്ക് വന്നാലൊന്നും, ഇൻവിറ്റേഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വന്നെന്നും പറഞ്ഞ് വലിയ പ്രയോജനമില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് ചെറിയ തോതിലെങ്കിലും ഇൻസ്ട്രീം ആഡ് ചെയ്യുന്നു, നമ്മുടെ റീൽസ് ചെയ്യുന്നു, പിന്നെ നമുക്ക് ബോണസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ നിന്ന് ഒത്തിരി നന്നായിട്ട് റീച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ബോണസ് പ്രോഗ്രാമിൽ നിന്ന് നന്നായിട്ട് റവന്യൂ പലർക്കും കിട്ടുന്നുണ്ട്. നല്ല പിക്ചേഴ്സ് ആണെങ്കിലും നല്ല വീഡിയോസ് ആണെങ്കിലും അതിനൊക്കെ കിട്ടുന്ന റിയാക്ഷൻസിന് നമുക്ക് ബോണസ്. അതും റീൽസിനില്ല, നമ്മുടെ ലോങ് വീഡിയോകൾക്ക് മാത്രമേ ഈ ബോണസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ ഫോട്ടോസിന്, ലോങ് വീഡിയോസിന്, നമ്മുടെ ടെക്സ്റ്റിന്, ഇങ്ങനെയൊക്കെ ഉള്ളതിന് കിട്ടും. അതിനൊക്കെ നന്നായിട്ട് നമ്മൾക്ക് ലൈക്സ്, ഷെയർസ്, കമൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിന് പോലും നമുക്ക് റവന്യൂ കിട്ടും. അപ്പം പ്രത്യേകം ഓർക്കുക, നമ്മളുടെ പേജിൽ എന്തെങ്കിലും ഒരു സംഭവം ഇനേബിൾ ആയി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഡോളറിന്റെ ചിഹ്നം ഗ്രീൻ ആയി കിട്ടും. പക്ഷെ നമുക്ക് അതിൽ നിന്ന് വലിയ റവന്യൂ നമ്മൾ പ്രതീക്ഷിക്കണ്ട. സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിരുത്സാഹപ്പെടുത്തുമെന്നല്ല, നിരുത്സാഹപ്പെടുത്തുമല്ല, ഇത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഭയങ്കര പ്രതീക്ഷയായിരിക്കും, എനിക്ക് മോണിറ്റൈസ് ആയി കിട്ടിയ, അല്ലെങ്കിൽ എൻ്റെ ഇതിനകത്ത് ഗ്രീൻ ഡോളർ വന്നു, ഇനി എനിക്ക് ഇങ്ങോട്ട് കിട്ടും, അങ്ങനെയുള്ള പ്രതീക്ഷയിലിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് സത്യസന്ധമായിട്ട്. അപ്പൊ ഇത്രയും കമന്റ്സ് മാത്രമേ ഞാൻ ഇന്ന് വായിക്കുന്നുള്ളൂ, കാരണം ഇപ്പൊ തന്നെ ടൈം ഒത്തിരി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ ദിവസവും എനിക്ക് പറ്റുവാന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്ന് ഓരോ കമന്റ്സും വായിച്ചിട്ട് റിപ്ലൈ തരാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. സമയം പോലെ ഇതുപോലെ വന്ന് ഞാൻ വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ അതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ റിനി സൈനിങ് ഓഫ്. ബൈ.